ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കോഡ് മന്ത്ര. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പായ ഷോർട്ടിനെ കുറിച്ച് പഠിച്ചു. ഈ വീഡിയോയിൽ നമുക്ക് ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഇൻറ്റ് ഒരു ന്യൂമറിക് ഡാറ്റ ടൈപ്പാണ്. ഹോൾ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഇൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റ് നമ്മൾ ജാവയിൽ വളരെ കോമണായി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ബൈറ്റിലും ഷോർട്ടിലും ഉള്ള പോലെ തന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് ഇതിലും നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. പക്ഷേ ഇൻറ്റ് ഡാറ്റ ടൈപ്പിൻ്റെ റേഞ്ച് കുറച്ച് വലുതാണ്. 2 ബില്യന് മുകളിലുള്ള നമ്പേഴ്സ് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഈ കാണുന്നതാണ് ഇൻറ്റിൻ്റെ റേഞ്ച്. ഈ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഇൻറ്റ് എടുക്കുന്നത് 32 ബിറ്റ്സ് മെമ്മറിയാണ്. ഈ റേഞ്ചസ് മെമ്മറൈസ് ചെയ്തു വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ച് എങ്ങനെ റേഞ്ച് ഈസിയായി കണ്ടെത്താമെന്ന് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. ഇൻറ്റ് സ്പേസ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ. ഉദാഹരണത്തിന് ഇൻറ്റ് ഫീസ് എമൗണ്ട് ഈക്വൽ ടു 50,000. ഇനി ഇൻറ്റ് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാവ പ്രോഗ്രാമിംഗിൽ ഹോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വളരെ കോമണായി യൂസ് ചെയ്യുന്നവയാണ് ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. -2 ബില്യൺ മുതൽ 2 ബില്യൺ റേഞ്ചിലുള്ള വാല്യൂസ് വരാൻ സാധ്യതയുള്ള സിറ്റുവേഷനിൽ നമുക്കിത് പരിഗണിക്കാം. ഇനി നമുക്ക് ഇൻറ്റ് ഡാറ്റ ടൈപ്പിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ നോക്കാം. നമ്മളിവിടെ 4 സിനാരിയോസ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്ന് വാലിഡ് സിനാരിയോ, ഇൻറ്റ് റേഞ്ചിലുള്ള 50,000 എന്ന വാല്യൂ കൊടുക്കാം. 2 ഒരു ഇൻവാലിഡ് സിനാരിയോ ആണ്, ഇൻറ്റ് റേഞ്ചിന് മുകളിലുള്ള 3 ബില്യൺ എന്ന വാല്യൂ ട്രൈ ചെയ്യാം. 3 3 ബില്യൺ എന്ന വാല്യൂ കാസ്റ്റിംഗ് വഴി ഫോഴ്സ്ഫുള്ളി ഇൻറ്റിൽ സ്റ്റോർ ചെയ്ത് നോക്കാം. 4 ഇൻറ്റ് റേഞ്ചിലുള്ള 2 വാല്യൂസ് എടുക്കാം, പക്ഷേ ഇതിൻ്റെ സമ്മ് ഇൻറ്റ് റേഞ്ചിന് മുകളിലായിരിക്കും. സോ ഈ 2 വാല്യൂസും ആഡ് ചെയ്ത് മറ്റൊരു ഇൻറ്റ് വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് നോക്കാം. സോ നമുക്ക് IntelliJ ഓപ്പൺ ചെയ്യാം. ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർ അത് തന്നെ റീയൂസ് ചെയ്യുക. അല്ലാത്തവർക്കായി പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി പ്രൊജക്റ്റിനകത്തുള്ള SRC ഫോൾഡറിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ഇൻറ്റ് ഡെമോ എന്ന പേര് കൊടുക്കാം. ഇനി മെയിൻ മെത്തേഡ് എഴുതുക. മെയിൻ മെത്തേഡിനകത്താണ് ബാക്കി കോഡ് നമ്മൾ എഴുതുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് സിനാരിയോ എടുക്കാം. ഒരു വാലിഡ് ഇൻറ്റ് വാല്യൂ ആയ 50,000 എടുക്കാം. നമുക്കിതിനെ ബാങ്ക് ബാലൻസ് എന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. ഇൻറ്റ് ബാങ്ക് ബാലൻസ് ഈക്വൽ ടു 50,000. ഇനി നമുക്കിതിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ബ്രാക്കറ്റ്സിൽ ബാങ്ക് ബാലൻസ് ദെൻ സെമിക്കോളൻ. ഇനി ഈ കോഡിനെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ 50,000 പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സിനാരിയോ നോക്കാം. ഇൻറ്റ് റേഞ്ചിന് പുറത്തുള്ള 3 ബില്യൺ എന്ന വാല്യൂ ഇൻറ്റിൽ സ്റ്റോർ ചെയ്ത് നോക്കാം. ഇതിനായി നമുക്ക് ബാങ്ക് ബാലൻസിന്റെ വാല്യൂ 3 ബില്യൺ ആക്കി നോക്കാം. ബാങ്ക് ബാലൻസ് ഈക്വൽ ടു 3 ബില്യൺ. ഇപ്പോൾ നമുക്കൊരു കമ്പൈൽ ടൈം എറർ ലഭിച്ചിട്ടുണ്ട്. ഇൻറ്റീജർ നമ്പർ ടു ലാർജ്. ഇതിന് കാരണം 3 ബില്യൺ എന്നത് ലോങ് ഡാറ്റ ടൈപ്പിന്റെ റേഞ്ചിൽ പെടുന്നവയാണ്. ഈ 3 ബില്യൺ എന്നത് ഇൻറ്റ് റേഞ്ചിന് മുകളിലുമാണ്. നോർമലി ലോങ് റേഞ്ചിലുള്ള വാല്യൂസ് എഴുതുമ്പോൾ അവസാനം ഒരു L എന്ന ലെറ്റർ ആഡ് ചെയ്യണം. സോ നമുക്കൊരു ലോവർ കേസ് L ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു കമ്പൈൽ ടൈം എറർ കിട്ടി. റിക്വയർഡ് ടൈപ്പ് ഇൻറ്റ്. കാരണം നമ്മൾ ഇതിനെ ഒരു ഇൻറ്റ് വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യാൻ നോക്കുന്നത്. പ്രൊവൈഡഡ് ലോങ്, മീനിങ് നമ്മൾ കൊടുത്ത വാല്യൂ ലോങ് റേഞ്ചിലുള്ളതാണ്. സോ നമുക്കിതിനെ ഇൻറ്റിൽ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. താഴെ ഒരു സജഷനുമുണ്ട്, കാസ്റ്റ് എക്സ്പ്രഷൻ ടു ഇൻറ്റ്. അത് മനസ്സിലാക്കാൻ നമ്മുടെ നെക്സ്റ്റ് സിനാരിയോ നോക്കാം. കാസ്റ്റിംഗ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി ഈ 3 ബില്യൺ എന്ന വാല്യൂയെ സ്റ്റോർ ചെയ്യാം. അതിനായി IntelliJ നമുക്ക് തന്ന ഈ സജഷനിൽ ക്ലിക്ക് ചെയ്യാം. മുമ്പത്തെ ബൈറ്റ് ആൻഡ് ഷോർട്ടിനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടവർക്കറിയാം, ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. കാരണം ഇൻറ്റ് ഈ വാല്യൂവിനെ റാപ്പ് അറൗണ്ട് ചെയ്യും. നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് വാല്യൂ കിട്ടി. ഇനി റാപ്പ് അറൗണ്ട് കോൺസെപ്റ്റ് മനസ്സിലാകാത്തവർ കഴിഞ്ഞ 2 വീഡിയോസ് കണ്ട് അത് മനസ്സിലാക്കുക. നമ്മൾ കോഡിംഗ് ചെയ്യുമ്പോൾ ഇത്തരം കാസ്റ്റിംഗ് മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. ഇത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട്സ് തരും. ഇനി ലാസ്റ്റ് സിനാരിയോ നോക്കാം. ഇൻറ്റ് റേഞ്ചിലുള്ള 2 വാല്യൂസ് എടുക്കാം. എന്നിട്ട് അതിനെ ആഡ് ചെയ്ത് മറ്റൊരു ഇൻറ്റ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം.
മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെ കുറിച്ച് നമ്മൾ വരും വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഫോളോ ചെയ്തുകൊണ്ട് സെയിം കോഡ് തന്നെ എഴുതുക. ഇൻറ്റ് വാല്യൂ 1 ഈക്വൽ ടു 2 ബില്യൺ സെമിക്കോളൻ. ഇൻറ്റ് വാല്യൂ 2 ഈക്വൽ ടു 1 ബില്യൺ സെമിക്കോളൻ. ഇനി ഇതിൻ്റെ സം നമുക്ക് മറ്റൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. ഇൻറ്റ് സം ഈക്വൽ ടു വാല്യൂ 1 പ്ലസ് വാല്യൂ 2 സെമിക്കോളൻ. ഇതിൻ്റെ സമ്മ് 3 ബില്യൺ ആണ്. പക്ഷേ ഇതിൻ്റെ സിൻടാക്സ് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കമ്പൈൽ ടൈം എറർ ലഭിക്കില്ല. ഇത് റൺ ചെയ്താലും നമുക്ക് റാപ്പ് അറൗണ്ട് സിനാരിയോയിലെ സെയിം ഔട്ട്പുട്ടാണ് ലഭിക്കുക. സോ നമുക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ റാപ്പ് അറൗണ്ട് സിനാരിയോയിലെ സെയിം ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. സോ ഇത്തരം അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ ആദ്യമേ ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ ഈ സിനാരിയോസ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. സോ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് തന്നെ കറക്റ്റ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാൻ കഴിയും. സോ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ എന്താണ് ലോങ് ഡാറ്റ ടൈപ്പ് എന്ന് നമുക്ക് ഈസിയായി പഠിച്ചെടുക്കാം. സോ ഇനിയും കാണുന്നത് വരെ ടേക്ക് കെയർ.